പുതിയ കമ്മിറ്റികളെല്ലാം നിലവിൽ വന്നതോടെ വലിയ ആവേശത്തിൽ നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസും KPCCയും. ഇനി ഇതാ തെരഞ്ഞെടുപ്പ് കാലം വരുന്നതോടെ തെരഞ്ഞെടുപ്പ് സമിതികൾക്ക് KPCC രൂപം കൊടുക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് ഹൈക്കമാൻഡ് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. പഴയ നേതാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതോടെ വിഭാഗീയ പ്രവർത്തനങ്ങളും കൂടും. അതുകൊണ്ട് യുവാക്കളെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ കേരളത്തിൽ കോൺഗ്രസ് വീണ്ടും ശക്തമായി തിരിച്ചു വരും എന്നുള്ളത്. അതോടെയാണ് യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. നിർണായക തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ യുവനിര പാർട്ടിയുടെ മുന്നിൽ ഉണ്ടാവണമെന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു പുനഃസംഘടനയാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് ഇപ്പോൾ നടപ്പിലാക്കിയത്. ഒരു ഘട്ടത്തിൽ KPCC പ്രസിഡന്റ് പദവിയിലേക്ക് വരെ ചെറുപ്പക്കാരിൽ ഒരാളെ പാർട്ടി പരിഗണിച്ചുവെങ്കിലും അവർക്കെല്ലാം ഉണ്ടായിരുന്ന ഒരു കുറവ് എന്ന് പറയുന്നത് അനുഭവ സമ്പത്താണ്. അങ്ങനെ അനുഭവ സമ്പത്തും യുവത്വവും ചേർന്ന ഒരു ടീമാണ് സുധാകരൻ മാറുന്ന ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ അനുയോജ്യമെന്ന് രാഹുൽ ഗാന്ധി തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സണ്ണി ജോസഫിനെ പ്രസിഡന്റാക്കുകയും ഒപ്പം യുവനിരയെ കൂടെ നിർത്തുകയും ചെയ്തത്. അങ്ങനെയാണ് വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരുൾപ്പെട്ട പുതുനിരയെ തെരഞ്ഞെടുത്തത്. അവർ വരുമ്പോൾ പുറത്തേക്ക് പോയ ആളുകൾ കോൺഗ്രസിന് എന്താണ് നൽകിയത് എന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടും. ഇനി ക്രമേണ പൂർണ്ണമായും യുവത്വത്തിന്റെ കയ്യിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് സംഘടനയെ ഏൽപ്പിക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. കാരണം പഴകി തഴമ്പിച്ച കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ സങ്കുചിത മനോഭാവവും കൊണ്ട് നടക്കുന്നവരാണ്. അവർക്ക് പാർട്ടിയേക്കാൾ വലുത് ഗ്രൂപ്പിസമാണ് എന്നുള്ളത് ഇപ്പോഴും അവർ തിരുത്താത്തൊരു സംഭവമാണ്. അത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായിരിക്കുന്നു. എന്നും കൂടെ ഉണ്ടാകുന്ന KC വേണുഗോപാലിന്റെ താല്പര്യങ്ങളെ പോലും രാഹുൽ ഗാന്ധി സംശയിച്ചു എന്നാണ് പറയുന്നത് ഈ തീരുമാനത്തിൽ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മുൻനിരയെ കാര്യമായി ചെവിക്കൊള്ളാതെ കോൺഗ്രസിനെ ഭാവിയിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള യുവനിരയെ സംഘടനാ തലത്തിൽ സജ്ജമാക്കുക എന്ന ദൗത്യത്തിന്റെ ആദ്യപടിയാണ് വർക്കിംഗ് പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ നടപ്പിലാക്കിയത് എന്ന് നമുക്ക് കാണാം. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇനി വരും മാസങ്ങളിൽ കോൺഗ്രസ് ഇവിടെ ഉണ്ടാക്കുന്ന സമിതികളിലും യുവാക്കൾ തന്നെയാണ് മുന്നിലുണ്ടാവുക. അവർക്ക് അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നാണ് രാഹുൽ ഗാന്ധി എല്ലാ ഘടകങ്ങളിലേക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മാത്യു കുഴൽനാടൻ MLA വരാൻ സാധ്യതയേറുന്നു എന്നാണ് അറിയുന്നത്. ലവലേശം പോലും സ്വാർത്ഥതയില്ലാതെ പാർട്ടി ജയിക്കണമെന്ന ഒറ്റ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന നേതാക്കൾ വരുന്നതോടെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സങ്കീർണമായ പ്രശ്നങ്ങളില്ലാതെ വലിയ താല്പര്യങ്ങളൊന്നും പ്രമുഖരുടെ ഭാഗത്തു നിന്നും തലപൊക്കില്ല എന്നുള്ള ഉറപ്പാണ്. ഷാഫി പറമ്പിലിനും വിഷ്ണുനാഥിനും ഒപ്പം തന്നെ പാർട്ടിയുടെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്ന് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്ന യുവനേതാവാണ് മാത്യു കുഴൽനാടൻ MLA. ചില ചുമതലകൾ അദ്ദേഹത്തെ ഏൽപ്പിക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കം. വർക്കിംഗ് പ്രസിഡന്റുമാരിൽ മാത്യു കുഴൽനാടനും റോജി M ജോണും ഒക്കെ പരിഗണനയിൽ ഉണ്ടായിരുന്നുവെങ്കിലും പ്രസിഡന്റ് തന്നെ ക്രൈസ്തവനായതുകൊണ്ട് ഇവരെ മാറ്റി നിർത്തുകയായിരുന്നു. അതുപോലെ തന്നെ VT ബലറാമിനെയും ചില ചുമതലകൾ നൽകാൻ പാർട്ടി താല്പര്യപ്പെടുന്നുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് KPCCയുടെ പുതിയ ടീമിനെ തീരുമാനിക്കുന്നതിന് തൊട്ടു മുന്നോടിയായി സംസ്ഥാനത്തെ 23 നേതാക്കളെ രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ചു എന്നാണ് അറിയുന്നത്. ആ 23 പേരിൽ മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നു, യുവാക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ പലരും കേരളത്തിന്റെ കോൺഗ്രസ് ഭാവി എന്താണെന്ന് അറിയാൻ അല്ലെങ്കിൽ അറിയിക്കാൻ കഴിവുള്ള നേതാക്കളെ രാഹുൽ ഗാന്ധി തെരഞ്ഞുപിടിച്ച് വിളിച്ചപ്പോൾ അതിൽ യുവാക്കൾ കടന്നു വരണം എന്നുള്ള അഭിപ്രായമാണ് പലരും പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതാനും യുവ നേതാക്കളെയും അദ്ദേഹം ബന്ധപ്പെടുമ്പോൾ കോൺഗ്രസിന്റെ വലിയ വളർച്ചയെയും കോൺഗ്രസിന്റെ തിരിച്ചുവരവിനെയും കുറിച്ച് അവർ പറഞ്ഞ കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയെ വലിയ രീതിയിൽ ചിന്തിപ്പിച്ചു എന്നാണ് അറിയുന്നത്. ഇതാദ്യമായാണ് കേരളത്തിൽ PCC പുനഃസംഘടനയിൽ ഇത്തരമൊരു ഇടപെടൽ രാഹുൽ ഗാന്ധി നേരിട്ട് നടത്തുന്നത്. കാരണം കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ കഴിവുള്ളവർ കൂടുതലുണ്ട് എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയിരിക്കുന്നു. ഈ കൂടിയാലോചനകൾക്കെല്ലാം ശേഷമാണ് പ്രസിഡന്റിനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെയാണ് സുധാകരനെ ഒഴിവാക്കാൻ തീരുമാനിച്ച ഘട്ടത്തിൽ സാധ്യതാ പട്ടികയിൽ മുന്നിലുണ്ടായിരുന്ന ആന്റണിയെ അടുപ്പിക്കാതെ
പരിസരത്തേക്ക് പോലും കൊണ്ടുവരാതെ സണ്ണി ജോസഫിന് നറുക്ക് വീണത്. കെ സുധാകരന്റെ പിൻഗാമിയായി കണ്ണൂരിൽ DCC പ്രസിഡന്റായിരുന്ന സണ്ണി ജോസഫ് സംഘടനാപരമായി ജില്ലയിൽ നടത്തിയ മികച്ച പ്രകടനം അത് ഹൈക്കമാൻഡ് മനസ്സിലാക്കി. അത് ഈ സംസ്ഥാനത്ത് മുഴുവൻ അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ കഴിയും എന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു. ഏത് സങ്കീർണ വിഷയവും വളരെ പക്വതയോടെയും സമചിത്തതയോടെയും കൈകാര്യം ചെയ്യാനുള്ള കഴിവും സണ്ണി ജോസഫിനുള്ളപ്പോൾ തെരഞ്ഞെടുപ്പിനെ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നേതൃത്വം ഉറപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ പിന്നണിയിൽ സ്പെഷ്യലിസ്റ്റ് എന്ന കണ്ടെത്തലോടെയാണ് അതുപോലെ തന്നെ വിഷ്ണുനാഥിനെയും വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തിയത്. നമുക്കറിയാം, കർണാടകയിലും തെലുങ്കാനയിലും കോൺഗ്രസ് അധികാരം പിടിച്ച വേളയിൽ ഇരു സംസ്ഥാനങ്ങളിലും അദ്ദേഹം AICC സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ യുവനിരയിലെ ഉശിരൻ നേതാവെന്ന പ്രതിച്ഛായ ഷാഫി പറമ്പിലിന് വലിയ തുണയായി. MP ആയി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഷാഫിയുടെ സാന്നിധ്യം കേരളത്തിൽ ഇപ്പോൾ നിർബന്ധമായും വേണമെന്നും തിരഞ്ഞെടുപ്പുകളിൽ അത് വലിയ ഗുണം ചെയ്യുമെന്നും നേതൃത്വം വിലയിരുത്തി. അതോടെയാണ് കേരളം വളരെ പ്രതീക്ഷയോടെ കാണുന്നതും കോൺഗ്രസിന്റെ ആവേശവുമായ ഷാഫി പറമ്പിലും അതുപോലെ വിഷ്ണുനാഥും മുൻനിരയിലേക്ക് വരുന്നതെങ്കിൽ അതേ രീതിയിലുള്ള ഒരു പരിവേഷമുള്ള മറ്റൊരു യുവ നേതാവ് മാത്യു കുഴൽനാടനാണെന്നും രാഹുൽ ഗാന്ധി കണ്ടെത്തിയിരിക്കുന്നു. അതാണ് ഇനിയൊരു പ്രധാനപ്പെട്ട ചുമതല വരുമ്പോൾ അതിന് മാത്യുവിനെ പരിഗണിക്കുന്നത്. ഇത് കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനമാണ്.